വയനാട് ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടമായ ശ്രുതിയുടെ പ്രതിശ്രുതവരൻ ജെൻസണിന്റെ പോസ്റ്റ്മോർട്ടം രാവിലെ നടക്കും. സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക. ഉച്ചയോടെ ജന്മനാടായ അമ്പലവയൽ ആണ്ടൂരിലെ ഓഡിറ്റോറിയത്തിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. ശേഷം ആണ്ടൂർ നിത്യസഹായ മാതാപള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കും. അനീസ് അലിയുണ്ട് വിവരങ്ങൾ നൽകാനായി. അനീസ് അലി, വളരെ സങ്കടത്തോടെ കണ്ട ഒരു വാർത്തയാണ് ജെൻസന്റെ മരണവുമായി ബന്ധപ്പെട്ട ശ്രുതിയുടെ അവസ്ഥയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് ആലോചിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തതാണ് ഈ വാർത്ത കണ്ട ആളുകളെല്ലാം തന്നെ. എന്തായാലും ഇന്ന് വയനാട്ടിൽ നിന്ന് വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യാനുള്ളതല്ലേ? തീർച്ചയായും ഇപ്പോൾ ജെൻസന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാൻ വേണ്ടി പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നത് മേപ്പാടിയിലെ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലാണ്. ഇവിടെയാണ് ഇന്നലെ അപകടം പറ്റിയത് മുതൽ തന്നെ ജെൻസനെ പ്രവേശിപ്പിച്ചിരുന്നത്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത്. അതിനുശേഷം ഇന്നലെ 8:55 കൂടി മരണം സ്ഥിരീകരിച്ചു. ഇപ്പോൾ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾക്കായി ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം സുൽത്താൻ ബത്തേരിയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോകും എന്നാണ് അറിയിക്കുന്നത്. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ജെൻസന്റെ ഇവിടെ എത്തുന്ന സമയത്ത് എന്തൊരു കണ്ടീഷൻ എന്തായിരുന്നു? നമ്മൾ പരമാവധി ശ്രമിച്ചു അല്ലേ? വളരെ ക്രിട്ടിക്കലായിരുന്നു. തന്നെ ഹെഡ് ഇഞ്ചുറി ആണല്ലോ, മൾട്ടിപ്പിൾ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. BP ഒട്ടും മെയിൻറ്റൈൻഡ് ആയിരുന്നില്ല. ട്യൂബ് ചെയ്തിട്ട് തന്നെയാണ് വന്നത് ഈ ഹോസ്പിറ്റലിന്. ഇവിടെ എത്തിയപ്പോഴും കണ്ടീഷൻ വളരെ മോശമായിരുന്നു. നമുക്കൊരു പ്രൊസീജിയർ എടുക്കാനുള്ള ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് സ്റ്റാറ്റസ്. നാട് മുഴുവൻ പ്രാർത്ഥിച്ചിരുന്നു. ഈ ആശുപത്രി അധികൃതർ കിണഞ്ഞ് പരിശ്രമിച്ചിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുകയായിരുന്നു. അതിനുശേഷം ഇന്നലെ 8:55 കൂടി മരിച്ചു. അതിനുശേഷം ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ഇവിടെ നിന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഔദ്യോഗികമായി കുടുംബത്തെ അറിയിച്ചിട്ടുള്ള വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുമെന്നാണ്. അതേസമയം കുടുംബം ഒരു ആവശ്യം വെച്ചിരുന്നു, അടുത്തുള്ള ആശുപത്രി എന്ന അർത്ഥത്തിൽ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾ മാറ്റണം എന്ന്. അത് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് പറയുന്നത് മിക്കവാറും സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ തന്നെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ എന്നാണ്. അതിനുശേഷം പിന്നീട് ആണ്ടൂർ, ജന്മനാടായ ആണ്ടൂരിലെ വീടിനടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വെക്കും. അതിനുശേഷമാണ് വീട്ടിലേക്ക് മൃതദേഹം എടുക്കുക. വീട്ടിൽ നിന്നുള്ള നടപടികൾ കഴിഞ്ഞതിന് ശേഷം ദേവമാതാ സഹായം പള്ളി സെമിത്തേരിയിലാണ് മൃതദേഹം സംസ്കരിക്കുക. ഏതായാലും അതീവ ദുഃഖകരമായ സാഹചര്യമാണ് പ്രദേശത്ത് നിലനിൽക്കുന്നത്. ഒരു നാടൊന്നാകെ കേഴുന്ന സാഹചര്യമുണ്ട്. ഈ ശ്രുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേറെ വാർത്തയിൽ നിറഞ്ഞതാണ്. ശ്രുതി സംബന്ധിച്ചിടത്തോളം കുടുംബത്തിലെ 9 പേർ, അച്ഛനും അമ്മയും സഹോദരിയും അടക്കം ഏറ്റവും പ്രിയപ്പെട്ട 9 പേർ മരിച്ച ഒരാളായിരുന്നു. ആ ദുരന്തത്തിൽ മുണ്ടക്കൈ ഉരുൾപൊട്ടലുണ്ടായിരുന്ന സമയത്ത് ആ ശ്രുതി അവളുടെ ജോലി ആവശ്യാർത്ഥം കോഴിക്കോടായിരുന്നു കൊണ്ടാണ് രക്ഷപ്പെട്ടത്. കുടുംബം ഒന്നാകെ ആ ദുരന്തത്തിൽ മൺമറഞ്ഞു. അതോടൊപ്പം ശ്രുതിയുടെ വിവാഹം നേരത്തെ ഉറപ്പിച്ചിരുന്നു. അതിനുവേണ്ടി കരുതി വെച്ചിരുന്ന 15 പവൻ സ്വർണവും അവരുടെ 4.5 ലക്ഷം രൂപയും വീടും പുതിയ വീടും എല്ലാം ആ ദുരന്തത്തിൽ നഷ്ടമായിരുന്നു. അതിനുശേഷം ശ്രുതിയുടെ വിവാഹം ഉറപ്പിച്ചിരുന്ന പ്രതിശ്രുത വരൻ ജെൻസനുമായി സഞ്ചരിക്കുന്നതിനിടയിലാണ് ഓംനി വാൻ ഒരു സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിച്ച് അപകടത്തിൽ പറ്റുന്നത്. ഈ വാഹനം ഡ്രൈവ് ചെയ്തിരുന്ന ജെൻസന് ഗുരുതര പരിക്കേറ്റിരുന്നു. ഹെഡ് ഇഞ്ചുറി ആയിരുന്നു. തലക്ക് ഗുരുതര പരിക്കേറ്റതിനാൽ ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. എന്തായാലും ഒരു നാടൊന്നാകെ ഈ ശ്രുതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവസാനത്തെ ആശ്രയം എന്ന് കരുതാവുന്ന ഒരു ഭാവി വരൻ, പ്രതിശ്രുത വരനാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. ഇന്നലെ മരിച്ചതിന് ശേഷവും ശ്രുതിയെ ഈ വിവരം അറിയിച്ചിരുന്നില്ല. വൈകിയാണ് അവരെ ഈ കാര്യങ്ങൾ അറിയിച്ചത്. ഇന്നലെ 9:15 കൂടിയാണ് ശ്രുതി മേപ്പാടിയിലെ ഈ സ്വകാര്യ മെഡിക്കൽ കോളേജിലെത്തി മൃതദേഹം കാണുന്നത്. എന്തായാലും അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഇവിടെ നിന്ന് മൃതദേഹം മാറ്റും. ജിൽസി.